ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Afworld. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്വതയില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിലാണ്. അതായത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഓരോരുത്തർ താങ്ങും വലങ്ങും തോന്നിയതുപോലെ പലരും എഴുതി വിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എങ്ങനെ കമന്റ് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നാളെ 8ന്റെ പണി കിട്ടാം. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇങ്ങനൊരു സംഭവം പറഞ്ഞത്. കയ്യിലൊരു ഫോൺ കിട്ടിയാൽ അതേപോലെ തന്നെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ എന്തും ആവാം എന്നാണ് പലരുടെയും വിചാരം. ഇന്നിപ്പോ നമ്മുടെ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങും ഷെയറിങ്. ഓരോ ഗ്രൂപ്പ് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് പോയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം ഒന്ന് നിർത്തണം. കാരണം പലപ്പോഴും ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും. പലപ്പോഴും വരുന്ന സംഭവം എന്ന് പറയുന്നത് മൊട്ടുസൂചി വിഴുങ്ങി, അതേപോലെ തന്നെ സൂചി പിന്നെ വിഴുങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപ വെച്ചിട്ട് ഓരോരുത്തർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജുകളാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും അതൊക്കെ വെറും ഫേക്കുകളാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഫോട്ടോകൾ വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഒരു ഓഡിയോ കൊടുത്തിട്ടുള്ള മെസ്സേജുകൾ ഒരുപാടായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഇത് ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നതിനെ കുറിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കമന്റുകളുടെ കാര്യം ഞാൻ വേറെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് ഈ ഒരു പോസ്റ്റിന് ഒരു ഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോ 2-3 കൊല്ലം മുന്നേ കാണാതായ ഒരു കുട്ടിന്റെ ഒരു പോസ്റ്റ് ആയിരിക്കും വീണ്ടും വീണ്ടും കാലങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു ഫോട്ടോയും അതേപോലെ തന്നെ ഈ ഒരു ഓഡിയോയും രണ്ടും ഒരേ സമയത്ത് സെയിം തന്നെ ആയിരിക്കണം എന്നില്ല. അതായത് ഒരു കുട്ടിയെ പറ്റിയിട്ടാണ് ഒരു കുട്ടി കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഓഡിയോ എങ്കിൽ അതിന്റെ കൂടെ അയച്ചിട്ടുള്ള ഫോട്ടോ പലപ്പോഴും മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല, ജസ്റ്റ് വെറുതെ അങ്ങോട്ട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോ വന്യജീവി ഇറങ്ങി, കാട്ടിനുള്ളിൽ നിന്ന് ഒരു ജീവി ഇറങ്ങി വന്നു, കുറെ ആൾക്കാരെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു ജീവിയുടെ ഫോട്ടോയും അതേപോലെ തന്നെ ആളുകൾ ചോരൽ കുളിച്ച് കിടക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരുപാട് നേരത്തെ ഷെയർ ചെയ്യാം. അപ്പൊ ഇങ്ങനൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ സത്യമാവോ? ജസ്റ്റ് കോമൺ സെൻസ് ഒന്ന് യൂസ് ചെയ്യുക, എന്നിട്ടൊന്ന് ആലോചിക്കുക ഇതൊക്കെ സത്യമാവോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അതിനുശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാം. മറ്റൊന്നല്ല ഇങ്ങനെ പറയാൻ കാരണം, വെറുതെ തോന്നിയതുപോലെ ഓരോരോ വ്യാജ വാർത്തകൾ പരത്തി കഴിഞ്ഞാൽ നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ പ്രകാരം 3 കൊല്ലം അകത്ത് എടുക്കാനുള്ള എല്ലാവിധ ചാൻസുകളുണ്ട്. അപ്പോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ പലരുടെയും വിചാരം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എന്റെ ഫോണാണല്ലോ, അതേപോലെ ഞാൻ ഇന്റർനെറ്റ് കയറ്റിയാണല്ലോ, എനിക്കെന്താ സംഭവം, എനിക്കെന്താ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ഉള്ളത്. അപ്പോ സ്വന്തമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫോണാണ്, അതേപോലെ തന്നെ നമ്മൾ കയറ്റിയ ഇന്റർനെറ്റ് ആണ്. പക്ഷെ ഇത് കാണുന്നത്, നമ്മൾ എഴുതി വിടുന്ന പോസ്റ്റുകളും നമ്മൾ അയക്കുന്ന കാര്യങ്ങളും കാണുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളാണ്. അപ്പൊ അവരുടെ ഫോണുകളിലേക്കൊക്കെയാണ് ഇത് പോകുന്നത്. സംഭവം എന്തായാലും നമ്മുടെ സംഗതികളൊക്കെയാണ് എങ്കിൽ പോലും ബാക്കിയുള്ളവരാണ് ഇത് മൊത്തം കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 8ന്റെ പണി കിട്ടും. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു വിചാരം വെച്ചിട്ട് ഞാൻ എന്റെ ഫോണിൽ ഞാൻ എന്ത് കാട്ടിയാലും മറക്കെന്താന്നുള്ള ഒരു വിചാരം വെച്ചിട്ടാണ് പലരും നടക്കുന്നതെങ്കിൽ ആ ഒരു വിചാരം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. കാരണം ഈ ഒരു പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ഉണ്ടാവുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചുണ്ടുകളിൽ ചെറുതായിട്ടുള്ള ഒരു ചിരി വളർത്താൻ കഴിയുന്നുണ്ടോ. സാഹിത്യത്തിൽ പറഞ്ഞതാണ്, നമ്മുടെ ഒരു ശൈലിയിൽ അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുക. അതിനുശേഷം മാത്രം എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ നേരെ തലങ്ങും വരഞ്ഞ് ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, സോഷ്യൽ മീഡിയാസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. കാരണം തോന്നിയത് പോലെയാണ് സോഷ്യൽ മീഡിയാസ് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമന്റുകളാണ്. ഇനിയിപ്പോ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഇനിയിപ്പോ യൂട്യൂബിൽ തന്നെ ആയാലും തോന്നിയത് പോലെ ഒരു ഫോണും ഒരു ഇന്റർനെറ്റും കയ്യിൽ കിട്ടിയാൽ ഞാനാണ് രാജാവ് എന്ന് വിചാരിച്ചിട്ടാണ് പലരുടെയും നടത്തുക. തോന്നിയ പോലെ അതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാം. എന്താ അതിന്റെ ആവശ്യമുള്ളത്? ജസ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഏറ്റവും വലിയ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ആരാ എന്നോട് ഇങ്ങനെ പറയാന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു മെന്റാലിറ്റി. ആ ഒരു ചിന്തയിലാണ് പലരും പോയിട്ട് മറ്റുള്ളവരുടെ കമന്റ് സെക്ഷനുകൾ പോയിട്ട് തെറിയഭിഷേകങ്ങൾ നടത്തുന്നതും വേണ്ടാത്ത ഓരോന്ന് എഴുതി വിടുന്നതും. പക്ഷെ ഇതൊക്കെ ഒരു ക്രിമിനൽ കുറ്റകരമാണ് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അതൊക്കെ കേസ് കൊടുത്താൽ നല്ല 8ന്റെ പണി കിട്ടാനുള്ള ഒരു വകുപ്പ് ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട്. ഇനിയിപ്പോ നമ്മള് യൂട്യൂബിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ യൂട്യൂബ് പലപ്പോഴും നോക്കുന്നത് ജസ്റ്റ് നമ്മളൊരു കമന്റ് കോപ്പി ചെയ്തിട്ട് എല്ലാവരും വീഡിയോസിന്റെ അടിയിൽ
എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് പിന്നീട് അവിടെ കാണൂല. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്ക് സ്പാം ആയിട്ട് കൂട്ടിയിട്ട് ആ കമന്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോ ക്രിയേറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള ആളുകളുടെ വീഡിയോയുടെ താഴെ കൊണ്ടുപോയിട്ട് എല്ലാ വീഡിയോയുടെയും ഇങ്ങനെ കമന്റ് ചെയ്യരുത്. അതായത് ഇപ്പൊ ഒന്നോ രണ്ടോ ഒന്ന് കമന്റ് ചെയ്തുകൊണ്ട് വലിയ സീനൊന്നുമില്ല. പക്ഷെ ഇതൊരു പരിപാടിയായിട്ട്, ഒരു സ്ഥിരം പരിപാടിയായിട്ട് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അധികം ഈ ഒരു കമന്റുകൾ നിങ്ങളിപ്പോ എന്റെ ഒരു വീഡിയോന്റെ അടിയിൽ തന്നെ വന്നിട്ട് നിങ്ങൾ കുറെ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് നിങ്ങളുടെ വീഡിയോസിന്റെ കമന്റ് ഇങ്ങനെ, കമന്റ് അല്ല, ഈ ഒരു വീഡിയോസിന്റെ ലിങ്ക് ഇങ്ങനെ കമന്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആ കമന്റ് ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഞാൻ എന്റെ സ്പാം കമന്റ്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഭാഗമുണ്ട് നമ്മുടെ യൂട്യൂബിൽ. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ടാവും നിങ്ങളുടെ ഒക്കെ സ്പാം ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ സ്പാം കമന്റ്സ് കൂടിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആവാനുള്ള എല്ലാവിധ സാധ്യതകളും അത് ആ ഒരു കാര്യം കൊണ്ട് മാത്രമായിട്ട്. അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പൊ നൈസ് എന്നുള്ള ഒരു വാക്ക് അത് നമ്മൾ കോപ്പി ചെയ്തു, ഇനി കണ്ണി കണ്ട എല്ലാവരുടെ വീഡിയോസിന്റെ അടിയിൽ പോയിട്ട് നൈസ് 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 ഇതേപോലെയാണ് നമ്മുടെ ഒരു പ്രവൃത്തിയെങ്കിൽ, അതേപോലെ തന്നെ ഒരു കാര്യമില്ലാതെ വെറുതെ ഹായ് 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 എന്നൊക്കെ അയക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സ്പാമിലായിട്ടാകും കൂട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ അതൊക്കെ ബാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കുറച്ച് പക്വതയോടുകൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം നമ്മൾ കമന്റ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ഷെയർ ചെയ്യുകയാണെങ്കിലും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്നാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല വീഡിയോസ് നമുക്ക് നാളെ മറ്റന്നാളെ 8 മണിക്ക് കാണാം.